നിങ്ങൾ മാധ്യമ പ്രവർത്തനം തന്നെ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമ പ്രവർത്തനമായിട്ട് നടത്തും. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ എടുത്തിരിക്കുന്നു. ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട്. നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന്. തെളിയിച്ചോളൂ, അതിനെന്താ പ്രശ്നം? ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല. എനിക്കതിൽ വിശ്വാസക്കുറവില്ല, അതാണ് പ്രശ്നം. അതാണ് എന്റെ പ്രശ്നം. നിങ്ങളെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും. അത്രയേ ഉള്ളൂ. അതിന് സത്യം പറയാലോ, ഇരട്ടച്ചങ്ക് മാത്രമല്ല, ഇരട്ട താപ്പ് കൂടി കയ്യിലുണ്ട്. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, മാധ്യമങ്ങളോട് CPIM-ന് എന്താണ് ഇത്ര അസഹിഷ്ണുത? പണ്ട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞ CPIM-ന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ സഖാവ് പിണറായി വിജയൻ തുടക്കം കുറിച്ചതാണ് ഈ നാടക പരമ്പരയ്ക്ക്. പിന്നീട് അങ്ങോട്ട് അണികളും പ്രവർത്തകരും, എന്തിനേറെ പറയുന്നു വിദ്യാർത്ഥി സംഘടനകളും പോലീസുകാരും വരെ ഇതിന്റെ ഭാഗമാണിപ്പോൾ. എല്ലാവരും കൂടി മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയാണ്. എന്താണ് മാധ്യമങ്ങൾ ചെയ്ത തെറ്റ്? ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. കാരണം നിങ്ങൾ വളച്ചൊടിക്കുന്ന വസ്തുതകൾക്ക് എന്തുത്തരം നൽകാനാണല്ലേ? നോക്കൂ, നിങ്ങൾ ഇത്ര ആത്മരോഷം കൊള്ളേണ്ട കാര്യം എന്താണ്? മാധ്യമങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മാത്രം CPIM-ന് എല്ലാ ഞായറാഴ്ചയും 7 മണിക്ക് സ്വന്തമായി ഒരു പരിപാടി തന്നെയുണ്ട്. മാധ്യമങ്ങളെ മാധ്യമധർമ്മം പഠിപ്പിക്കുന്ന സത്യാനന്തരം. M സ്വരാജാണ് പരിപാടി നയിക്കുന്നത്. ഇങ്ങനെ M സ്വരാജും അണികളും കൂടി കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും. ഇത്തരം തിയറി ക്ലാസുകൾക്കപ്പുറം വിദ്യാർത്ഥി സംഘടനകളും ഇടതു നയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു പ്രാക്ടിക്കൽ സെഗ്മെന്റ് കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഒന്ന് ചോദിക്കട്ടെ, മാർക്ക് ലിസ്റ്റ് വിവാദം ഉണ്ടാക്കിയതും വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ചതും ഇതൊന്നും തന്നെ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥയല്ലല്ലോ. ഇത്തരം സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത്ര തന്നെയേ ചെയ്തിട്ടുമുള്ളൂ. അക്കാര്യമൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് KSUവുമായി ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായിരുന്ന അഖില നന്ദകുമാറിനെതിരെ ആദ്യം കേസെടുക്കുന്നത്. PM ആർഷോയായിരുന്നു അന്ന് പരാതി നൽകിയത്. പിന്നീട് ആ കേസ് എന്തായി എന്ന് നാടും നാട്ടുകാരും എല്ലാവരും കണ്ടതാണ്. കൂട്ടത്തിൽ നിങ്ങളും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇപ്പോഴിതാ 24 റിപ്പോർട്ടർക്കെതിരെ വീണ്ടും ഒരു കേസ് എടുത്തിരിക്കുകയാണ്. ആ വിഷ്വൽ എടുക്കൂ എന്നാണ് പറയുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്നും അതിലെ വ്യക്തമായ ഓഡിയോയിൽ നിന്നും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ടും FIR-ൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നിരന്തരമായി നേതാക്കളുമായി ഫോൺ ചെയ്തതിന് തെളിവുണ്ടെന്നും കോൺഫറൻസ് കോൾ ചെയ്തു എന്നെല്ലാമാണ്. കൃത്യമായ വളച്ചൊടിക്കലാണത്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് പോലീസ് ചെയ്യുന്നത്? മുഖ്യമന്ത്രി, ഇനി താങ്കൾ പറയൂ, ഇത് എന്ത് ഇരട്ട നീതിയാണ്? ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥയാണിത്. കേന്ദ്രം മാധ്യമങ്ങൾക്കെതിരെയും മാധ്യമ പ്രവർത്തകർക്കെതിരെയും വിലക്കേർപ്പെടുത്തുമ്പോഴും കേസെടുക്കുമ്പോഴും ഇതേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മെ രോമാഞ്ചം കൊള്ളിക്കാറുണ്ട്. അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്ന വാക്കുകൾ ഒന്നുകൂടി കേട്ടു നോക്കൂ. പോലീസിന് നടപടി എടുക്കുന്നില്ലേ? പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെടുത്ത് തെളിവില്ലാലോ. പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടി സ്വീകരിച്ചോളൂ. അതിനെന്താ പ്രശ്നം? എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരമൊരു പ്രതികരണം നടത്താൻ സാധിക്കുന്നത്? പലപ്പോഴും ആനവായിൽ പറയുന്നതല്ലേ ഇത് കേരളമാണ് എന്ന്. എന്നിട്ട് ഇതാണോ കേരളം? ഇതാണോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾ നൽകുന്ന സംരക്ഷണവും സ്വാതന്ത്ര്യവും? ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്, നിങ്ങൾ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെയാണെന്ന്. ഈ ജനാധിപത്യവും സോഷ്യലിസവും സ്വാതന്ത്ര്യവുമെല്ലാം കൊടികളിൽ ആലേഖനം ചെയ്യാനുള്ളത് മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കൂടി കാണിക്കാനുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഇക്കഴിഞ്ഞ കാലയളവിൽ എപ്പോഴെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പാലിക്കപ്പെട്ടതായി കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം കഴിഞ്ഞ 35 ദിവസങ്ങളായി നവകേരള സദസ്സ് യാത്ര തുടങ്ങിയിട്ട് ആ യാത്രയിലുടനീളം തല്ലിച്ചതയ്ക്കപ്പെട്ടത് ഇതേ ജനാധിപത്യം തന്നെയാണ്, ഇതേ സ്വാതന്ത്ര്യം തന്നെയാണ്. ചോദ്യങ്ങളോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഒന്ന് ഓർത്തു നോക്കൂ, മാധ്യമ പ്രവർത്തകർ മാത്രമല്ല ഇപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, ജനങ്ങൾ വരെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളൊന്നും കാണുന്നില്ല, കണ്ടില്ല എന്നാണ്. എത്ര നാളിങ്ങനെ കാണാതിരിക്കാൻ പറ്റും? എത്ര നാളിങ്ങനെ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കാൻ സാധിക്കും?
ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് നന്നായിരിക്കും. യാത്രയെല്ലാം കഴിഞ്ഞല്ലോ, 35 ദിവസവും പിന്നിട്ടു. ഈ 35 ദിവസങ്ങളും ഭരണകൂട ഉയർച്ചകളും നേട്ടങ്ങളും വികസനങ്ങളും ജനങ്ങളെ കാണിക്കാൻ ഇറങ്ങി തിരിച്ചു എന്നായിരുന്നല്ലോ വാദം. എന്താണ് ഈ 35 ദിവസങ്ങൾ കഴിയുമ്പോൾ നവകേരള സദസ്സ് എന്ന യാത്ര മുന്നോട്ട് വെക്കുന്നത്? എന്താണ് ബാക്കി വെച്ചത്? എന്താണ് ജനങ്ങൾക്ക് നേടിക്കൊടുത്തത്? ജനങ്ങൾ നൽകിയ പരാതിയിൽ എത്രമാത്രം പരിഹരിക്കപ്പെട്ടു? ഒന്നുകൂടിയുണ്ട്, എത്ര രൂപ ചെലവഴിച്ചു എന്നത്. കാരണം കേരളം അത്ര സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നുപോയിരുന്ന സമയത്തായിരുന്നു കേരള സർക്കാർ ഇത്തരത്തിലൊരു നവകേരള സദസ് യാത്ര നടത്തിയത്. എന്നിട്ടിപ്പോൾ വരവ് ചെലവ് കണക്കുകളെ കുറിച്ച് വിവരാവകാശം വെക്കുമ്പോൾ കണക്കുകളൊന്നും തന്നെ ജില്ലാ ഭരണകൂടങ്ങൾക്ക് അറിയില്ല എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും കൈമലർത്തുകയാണ്. തങ്ങൾ എത്ര കൊടുത്തു എന്ന് ആരും ഒന്നും പറയുന്നില്ല. എന്താ, നവകേരള സദസ്സിന് പണമൊന്നും ചെലവായിട്ടില്ല എന്നാണോ? എന്തായാലും സർക്കാരിന്റെ ഖജനാവിൽ നിന്നും നവകേരള സദസ്സിന് വേണ്ടി പൈസ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വെപ്പ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയെല്ലാം കണക്ക് ആര് ബോധിപ്പിക്കും, എപ്പോൾ ബോധിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യ അവകാശമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു എന്നായിരിക്കും. സ്വാഭാവികമായും അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാധ്യമങ്ങൾ എന്ന നിലയിൽ ഞങ്ങളത് വാർത്തയാക്കുകയും ചെയ്യും. ആർക്കാണ് ഇത്ര അസഹിഷ്ണുത എന്ന് കാണണ്ടേ? പിന്നെ ഇതുപോലെയുള്ള കേസുകൾ എടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ആ സമയത്ത് ഇന്ന് കാണിച്ച രീതിയിലുള്ള അസഹിഷ്ണുതയും കണ്ണുരുട്ടി പേടിപ്പിക്കലുമൊന്നും വേണ്ട എന്ന് തന്നെ പറയട്ടെ.